എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. പക്ഷേ അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ 9 യൂണിറ്റിലെ ഒരു സോൾജിയർ അവനങ്ങനെ ചാടി വന്ന് ലൂഫിയെ ആഞ്ഞടിക്കും. ആ ഗ്യാപ്പിൽ കൈഡോയും ലൂഫിയെ അടിച്ച് താഴേക്കിടുകയാണ്. പക്ഷേ കൈഡോയ്ക്കാണെങ്കിൽ അതൊരു വലിയ അപമാനമായിട്ട് തോന്നും. കാരണം കൈഡോയ്ക്ക് തന്നെ ലൂഫിയെ തല്ലിക്കൊല്ലണമെന്ന് ഒരാഗ്രഹവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ഈ നേവി സോൾജിയർ അവനവിടേക്ക് കയറി വന്ന് വലിയൊരു ട്വിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അതേസമയം അട്ടികിട്ടിയ ലൂഫി അവനാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് ചോര അങ്ങനെ തുളുമ്പി കണ്ണുകൾ കറുപ്പ് കളറായി താഴേക്ക് വീഴും. നമ്മുടെ ആൾക്കാരെല്ലാവരും ലൂഫിയിലാണ് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് കാത്തിരിക്കുന്നത്. അതേ ലൂഫി ഇപ്പൊ യാതൊരു അനക്കവും ഇല്ലാതെ താഴേക്ക് പോയിരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ ലൂഫിയെ തന്നെ നോക്കും. അതേസമയം മൊമന്റോസ്കിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം ഇത്രയും സമയവും ലൂഫിയുടെ ശബ്ദം അവന് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. ലൂഫിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവൻ എന്തുകൊണ്ടായിരിക്കും ഒന്നും സംസാരിക്കാത്തെന്നൊക്കെ ചിന്തിച്ച് മൊമന്റോസ്കി ഷോക്കാവും. കൈഡോ ആണെങ്കിൽ ലൂഫിയെ തന്നെ നോക്കി അത് ഉറപ്പിക്കും. അതെ, ലൂഫിയെ തോറ്റു. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ നേവി ആളിനെ നോക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും. ഇതെന്റെയും ലൂഫിയുടെയും ഫൈറ്റാണ്. അതിനിടയിൽ വന്ന് നീ എന്തിന് ഗോൾ അടിച്ചു എന്ന് ചോദിച്ച് അവനാണെങ്കിൽ ടെററായിട്ട് നിൽക്കുകയാണ്. നേവിക്കാരനാണെങ്കിൽ അവന്റെ കൈയൊക്കെ ചുരുട്ടി കടിച്ച് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ഓടനെ ഓർമ്മ വരും. അന്ന് ഓടനെ തല്ലി കൊല്ലാൻ കഴിയാത്തതിലുള്ള വിഷമം അത് ഓൾറെഡി കൈഡോയ്ക്കുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കൈഡോയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. ലൂഫിയെ തന്റെ കൈകൊണ്ട് തല്ലിക്കൊന്ന് എല്ലാവരുടെയും മുൻപിൽ ഒരു ഹീറോയെ മാറാൻ കൈഡോ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള സമയത്താണ് ഈ നേവി ഓഫീസർ അതെല്ലാം തകർത്ത് ഇല്ലാതാക്കിയത്. കൈഡോയ്ക്കാണെങ്കിൽ അതൊട്ട് സഹിക്കാനായിട്ട് കഴിയില്ല. അവൻ കൈ ചുരുട്ടി ആ സോൾജിയറിന് ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ തലം തന്നെ തകർന്ന് അവൻ താഴേക്ക് വീഴാണ്. കൂടെ ഉണ്ടായിരുന്ന നേവി ഓഫീസർ ആണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് മാറിപ്പോവും. കൈഡോ ആണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറും. അതേസമയം ഇവിടെ കൗമട്സും ടീമും അവരെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ആ ക്യാസ്റ്റിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവിടെ മുഴുവൻ ഫയറും പുകയൊക്കെ അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൗമട്സും ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഈ ഫൈറ്റ് കഴിയാതെ ഞാൻ എവിടേക്കും വരില്ല. ലൂഫി നമുക്ക് വേണ്ടിയാണ് കൈഡോയായിട്ട് പോരാടുന്നത്. സോ അവിടെ ജീവൻ കൊടുത്തും നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനങ്ങനെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം ഒരു ഫയർ പഞ്ച് അത് അവിടേക്ക് വീഴുകയാണ്. പഞ്ച് ചെയ്ത് മറ്റാരുമല്ല സാക്ഷാൽ കൈഡോ. അവൻ പഞ്ച് ചെയ്ത ഭാഗത്ത് ഇപ്പൊ വലിയൊരു ദ്വാരം അത് ക്രിയേറ്റായി അതിലൂടെ അവൻ താഴേക്ക് വരും. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അവരോട് ചോദിക്കും, സത്യം പറയും മൊമന്റോസ്കി, അവനെവിടെ? മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് അവന് നല്ലത്. അതല്ല എങ്കിൽ അവൻ ഈ ലോകത്ത് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ വേദനയുള്ള മരണമായിരിക്കും ഞാൻ കൊടുക്കുക. കൗമട്സൂനും ടീമിനും മുകളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവരാണെങ്കിൽ ലൂഫിക്ക് എന്തു പറ്റി അവൻ എവിടെയും ചോദിക്കും. അതിന് കൈഡോ ചിരിക്കും, എനിക്ക് ഒരുപാട് നാണക്കേടും വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും സത്യം അതാണ്, ലൂഫി അവൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊല്ലപ്പെട്ടു. അത് കേട്ട് അവർ ഷോക്കാവും. യൂസ്ട്രസ് കിട്ടാണെങ്കിൽ ലൂഫിയുടെ ശബ്ദം അത് കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അവിടെ എവിടെയും ഇപ്പൊ ലൂഫിയുടെ ശബ്ദമില്ല. ചോപ്പർ ആണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. പക്ഷെ എന്താ, അവന്റെ ഹൃദയം തകർന്ന് അവൻ കരയാണ്. ഇവിടെ കൈഡോ അവിടെയുള്ളവരെ വെല്ലുവിളിക്കും, നല്ലൊരു ഫൈറ്റ് അതെനിക്ക് കിട്ടിയിട്ടില്ല, ഇനിയെങ്കിലും എനിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. എന്നോട് ഫൈറ്റ് ചെയ്യാൻ ധൈര്യമുള്ളവർ എന്നോട് വന്ന് ഫൈറ്റ് ചെയ്യുള്ളവർക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നറിയാതെ അവർ പരസ്പരം നോക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ സമയം കൈഡോയുടെ അസിസ്റ്റൻസ് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടുകയാണ്. വയലറ്റ് പെണ്ണ് കരയുന്നത് കണ്ട നാമിയാണെങ്കിൽ ഇപ്പൊ അവളെ ആശ്വസിപ്പിക്കും, നീ ഒരു കാരണവശാലും കരയാൻ പാടില്ല. ലൂഫിയെ ഇൻ കേസ് അവൻ കൊന്നു കളഞ്ഞാലും ലൂഫി നിനക്ക് തന്ന വാക്ക് അത് പാലിക്കാനെങ്കിലും അവൻ തിരികെ വരുമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് കൈഡോയുടെ അടുത്തേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് മാർക്കോ ആണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അവൾ മൈൻഡ് ചെയ്യാതെ കൈഡോയുടെ അടുത്തേക്ക് പോവാണ്. കൈഡോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെയുള്ള സാമുറായ്സിനെ വെല്ലുവിളിച്ചും പരിഹസിച്ചും അങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണ്. നാമി ഉച്ചത്തിൽ വിളിച്ചു പറയും, കൈഡോ, എനിക്ക് നന്നായിട്ടറിയാം ലൂഫിയെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഞങ്ങൾ ലൂഫിയുടെ പൈററ്റ്സ് ടീം മെമ്പേഴ്സാണ്. ഒരു കാരണവശാലും ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല. അതിനേക്കാളും മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് നാമി ഇപ്പൊ തയ്യാറാവും. കൈഡോ ആണെങ്കിൽ സെക്കൻഡ് കൊണ്ട് ഒരു ബ്ലാസ്റ്റ് ബ്രീത്ത് അതിപ്പോ നാമിക്ക് നേരെ പ്രയോഗിക്കും. അതുകൊണ്ട് മാർക്കോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവളെ സേവ് ചെയ്യാണ്. അടിച്ചു പറയും, ഒറോച്ചി, അവൻ എങ്ങനെ സോഫ്റ്റായി നിങ്ങളോട് പെരുമാറിയോ അതുപോലെ ഞാൻ നിങ്ങളോട് പെരുമാറില്ല. നിങ്ങളെല്ലാവരും ഇന്നു മുതൽ എൻ്റെ അടിമകളാണ്. പ്ലാൻ ചെയ്തതുപോലെ ഒരഗഷിമ ഐലാൻഡ് അത് ആ ഫ്ലവർ ക്യാപിറ്റലിൽ ഫിക്സ് ചെയ്ത് എൻ്റെ ഫാക്ടറി അതിവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഈ വാനോ കിങ്ഡം അതായിരിക്കും എൻ്റെ താവളം. ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ അടിമകളെ പോലെ ജീവിക്കാൻ കഴിയാത്തവര് മരിച്ചു പോകണം. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാര് അവരാണെങ്കിൽ യൂസ്ട്രസ് കിഡിനെയും ലോയെ ലക്ഷ്യമിട്ട് അവരെ തകർക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. പക്ഷേ
ലോയുടെയും യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസ് അവരവിടേക്ക് വന്ന് ആ വില്ലന്മാരെ തല്ലിക്കൊല്ലും. ക്യാരറ്റും ക്യാറ്റ് കിങ്ങും ആണെങ്കിൽ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ അവിടേക്ക് ഓടി വരികയാണ്. മറ്റൊരു ഭാഗത്ത് ഒരു ബേസ്മെന്റ് അതാണെങ്കിൽ കത്തി എരിയുകയാണ്. യമട്ടോ ആണെങ്കിൽ മൊമന്റോസ്കിയെ സപ്പോർട്ട് ചെയ്യും. ഒരു കാരണവശാലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് പിന്നോട്ട് പോകാനായിട്ട് പാടില്ല. നമ്മുടെ ലക്ഷ്യം അതെന്ത് വില കൊടുത്തും നമ്മൾ പൂർത്തീകരിക്കണം എന്ന് പറയും. മൊമന്റോസ്കിക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ വിശ്വാസം കുറേശ്ശെ നഷ്ടപ്പെട്ടു വരും. പക്ഷേ അവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് അവൻ തയ്യാറാവില്ല. ഇവിടെ ലോയ്ക്കാണെങ്കിൽ ലൂഫിയോട് ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. കാരണം അവസാന നിമിഷം വരെ അവൻ തോൽക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ അവൻ തോറ്റുപോയിരിക്കുകയാണ്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയുകയാണെങ്കിൽ ലോയുടെ ഈ തെറ്റിദ്ധാരണ അത് മാറും. ഇവിടെ യൂസ്റ്റസ് കിഡ് അവൻ ചാടി എഴുന്നേറ്റ് അത്രയും പരിക്കുകൾ പറ്റിയിട്ടും ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. ഇവിടെ യമട്ടോ ആണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കിയുടെ കൈ പിടിച്ച് പറയും, ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഓൾറെഡി ലൂഫി അവനെ തല്ലി പഞ്ചറാക്കിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഈ ഒരു അവസരത്തിൽ കൈഡോയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. സോ നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൊമന്റോസ്കി പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. എനിക്ക് ആകെ ഉണ്ടായിരുന്ന വിശ്വാസം അത് ലൂഫിയിലായിരുന്നു. അത്രയും കഴിവും സ്ട്രെങ്ത്തും ഉണ്ടായിരുന്ന ലൂഫി പോലും കൈഡോയുടെ മുൻപിൽ തോറ്റുപോയി. അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും നമ്മൾ ശ്രമിച്ചു, നമ്മുടെ മാക്സിമം അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ തോറ്റു പോവുകയാണെങ്കിൽ അത് നമ്മുടെ വിധിയാണ്. അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നേരുപാധികം കൈഡോയ്ക്ക് മുൻപിൽ കീഴടങ്ങുക എന്നതാണ്. അത് കേട്ട് യമട്ടോയുടെ കൺട്രോൾ പോവും. സത്യത്തിൽ ഇവൻ ഓടന്റെ മകൻ തന്നെയാണോ എന്ന് അവൾക്കൊരു സംശയം തോന്നും. അൺബിലീവബിൾ, നിന്നെ കൊണ്ട് എങ്ങനെ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു? ഓൾറെഡി ഒറോച്ചിയുള്ള കാലം മുതൽക്കേ ഉള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു വന്നത്. ഇപ്പോൾ ആ കൈഡോ അവന് ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാത്തവനാണ്. അവൻ്റെ അണ്ടറിൽ ജീവിക്കാൻ എങ്ങനെ തയ്യാറാവുന്നു? ഓടന്റെ അസിസ്റ്റൻസിൽ ഒരുപാട് ഡയമയോസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഒറോച്ചിക്ക് നേരെ ചെയ്ത് ധീരതയോടുകൂടെയാണ് മരിച്ചു പോയത്. ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൈഡോയോട് അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്ത് മരിക്കുക എന്നതാണ് അഭിമാനം. ആ ഒരു കഴിവും സ്ട്രെങ്ത്തും അത് നിന്നിൽ കാണാത്തതിലാണ് മൊമന്റോസ്കി എനിക്ക് നിന്നോട് ഒരുപാട് വിഷമവും ദേഷ്യവും തോന്നുന്നത്. ഇവിടെ കൈഡോ ആണെങ്കിൽ അവന്റെ ഫയർ ബോൾ പവർ അതുപയോഗിച്ച് ആ കാസ്റ്റലിന്റെ ഓരോ ഭാഗത്തുള്ളവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പാപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ലൂഫി നമുക്ക് കാണിച്ചു തന്നത് വലിയൊരു മാതൃകയാണ്. ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. അവൻ തോറ്റെടുത്തതെന്ന് നമ്മൾ തുടങ്ങണമെന്ന് പറഞ്ഞ് സാമുറായിസിനെല്ലാം തന്നെ നല്ലൊരു ബൂസ്റ്റും പുഷും ഒക്കെ കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡ് അവന് നിർത്താതെ അവന്റെ ലാസ്റ്റ് പവർ വരെ ഉപയോഗിച്ച് ആ വില്ലന്മാർക്ക് നേരെ പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ആണെങ്കിൽ ഒരുപാട് നേരമായി അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. ഒരു വിരൽ മാത്രം പതിയെ ചലിക്കും. പക്ഷേ ലൂഫിയെ കൊണ്ട് ഇപ്പൊ എഴുന്നേക്കാനായിട്ട് കഴിയില്ല. ഇവിടെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവന്റെ പുറകിലൂടെ മറ്റൊരാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ലോയ ആണെങ്കിൽ അവനെ വെട്ടി താഴെ ഇടുകയാണ്. അമ്മയെ കൊണ്ടാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും സഹിക്കാനായിട്ട് കഴിയില്ല. അവളാണെങ്കിൽ അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ തയ്യാറാവാതെ കേട്ട കാര്യങ്ങളെല്ലാം ഓർത്ത് ഇതുമ്പി കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ലൂഫി അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അവന്റെ ബോഡിയിൽ ഒരു ബീറ്റ് അങ്ങനെ ഉണ്ടാവുകയാണ്. അടുത്ത നിമിഷം ആ ഒരു സോ ഐലാൻഡിലെ ആന അതിന് കറക്റ്റായിട്ട് ലൂഫിയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു ബീറ്റ് സെൻസ് ചെയ്യാൻ കഴിയും. അതിനുശേഷം അവന്റെ ബോഡിയിൽ നിന്നൊരു സോങ് അത് അവന് കേൾക്കാനായിട്ട് പറ്റുകയാണ്. സോ ആനയാണെങ്കിൽ ഇപ്പോൾ ആ കാര്യം മൊമന്റോസ്കി അറിയിക്കും. മൊമന്റോസ്കി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ലൂഫിയിൽ ഉണ്ടാവുന്ന ചേഞ്ചും ബീറ്റും അവൻ അറിയാനായിട്ട് കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ പതിയെ ട്രാൻസ്ഫോം ആവുകയാണ്. അവന്റെ ഹെയർ ഒക്കെ ചേഞ്ച് ആയി ലൂഫി അങ്ങനെ ടെററായിട്ട് ചിരിക്കും. സോ ആനയാണെങ്കിൽ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അതങ്ങനെ ചിഹ്നം വിളിക്കുകയാണ്. ആ സമയം ലൂഫിയെ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.